Meet the editors. വാദങ്ങൾ പൊളിയുന്ന മുഖ്യമന്ത്രിയുടേതെന്നാണ് ചോദ്യം. പി ആർ സുനിൽ, ഇന്ന് നമ്മൾ കാത്തിരുന്ന വാർത്താ സമ്മേളനമാണ്. അതിൽ മെറ്റയുമായി ബന്ധപ്പെട്ട് നമ്മളുടേതടക്കമുള്ള വി.ഡി. സതീശനെ വിമർശിക്കുന്നതടക്കമുള്ള മെറ്റ പോസ്റ്റുകൾ പിൻവലിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം. ഒരു സെൻസർഷിപ്പ് ഉണ്ടായിരുന്നോ എന്ന ചോദ്യം. MDMA-യുമായി പിടിയിലായ പ്രധാനപ്പെട്ട പ്രതി മുഖ്യമന്ത്രിയുടെ തന്നെ ടീം വി.ഡി. സതീശൻ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് എഴുതി വെച്ച് അദ്ദേഹത്തിനോട് അടുപ്പമുള്ള ദൃശ്യങ്ങൾ പ്രചരിച്ച സാഹചര്യത്തിൽ ആ ബന്ധം, ഇങ്ങനെ പല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പല ചോദ്യങ്ങൾക്കും വി.ഡി. സതീശന് തൃപ്തികരമായ ഉത്തരം നൽകാൻ സാധിച്ചിട്ടുണ്ടോ? വി.ഡി. സതീശൻ മെറ്റയെക്കുറിച്ച് പറഞ്ഞതും MDMA പ്രതിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതും സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതും ആ വാദങ്ങൾ പൊളിയുകയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം പരിശോധിച്ചാൽ അദ്ദേഹം ഈ വിഷയത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ വാദങ്ങളൊക്കെ തവിടുപൊടിയാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മൊത്തത്തിൽ തകർന്നു വീഴുന്നു എന്ന് തന്നെ പറയാം. എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളിലും വസ്തുതാപരമായ പിഴവുകളുണ്ട്. ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അവകാശവാദം എന്നത് MDMA കേസിൽ അറസ്റ്റിലായ മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന ആളുമായി അദ്ദേഹത്തിന് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അന്നത്തെ പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റത് മുതലാണ് അദ്ദേഹത്തിന് പരിചയം എന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറയുന്നത്. അന്ന് പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്ന നിലയിൽ അവരെ ഫോണിൽ വിളിക്കുന്നു, പിന്നീട് അദ്ദേഹത്തിൻ്റെ ക്ഷണമനുസരിച്ച് അവരുടെ വസതിയിൽ പോകുന്നു എന്നാണ് വി.ഡി. സതീശൻ എന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അത് പച്ചക്കള്ളമാണ്. കാരണം ഈ മുഹമ്മദ് ഹുസൈൻ്റെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ 2021 സെപ്റ്റംബർ 4 മുഖ്യമന്ത്രി വി.ഡി. സതീശനൊപ്പം നിൽക്കുന്ന ചിത്രമുണ്ട്. 2022 ഡിസംബർ 25 മുഖ്യമന്ത്രി വി.ഡി. സതീശനൊപ്പം നിൽക്കുന്ന ചിത്രമുണ്ട്. 2023 ഒക്ടോബർ 30 മുഖ്യമന്ത്രി വി.ഡി. സതീശനൊപ്പം നിൽക്കുന്ന ചിത്രമുണ്ട്. നവകേരള സദസ്സ് നടക്കുന്ന 2023 നവംബർ മാസത്തിലാണ്. അപ്പോൾ 2023 നവംബർ മാസത്തിൽ നടന്ന നവകേരള സദസ്സിന് ശേഷമാണ് ഈ മുഹമ്മദ് ഹുസൈനുമായി ബന്ധം ഉള്ളൂ, അതിനുശേഷം മാത്രമാണ് അദ്ദേഹവുമായി പരിചയമുള്ളത് എന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വാർത്താ സമ്മേളനത്തിൽ വന്നു നിന്ന് ഔദ്യോഗികമായി പറയുമ്പോഴാണ് ഈ മുഹമ്മദ് ഹുസൈൻ്റെ തന്നെ ഫേസ്ബുക്ക് പേജിൽ അതിനു മുൻപ് പല വർഷങ്ങളിലായി മുഖ്യമന്ത്രി വി.ഡി. സതീശനൊപ്പം അദ്ദേഹത്തിൻ്റെ വസതിയിലോ അദ്ദേഹത്തിൻ്റെ ഓഫീസിലോ ഒക്കെ തന്നെ നിന്ന് എടുത്തിട്ടുള്ള ചിത്രങ്ങൾ പുറത്തു വരുന്നത്. രണ്ടാമത്തെ വിഷയമാണ്, എനിക്കൊരു സോഷ്യൽ മീഡിയ ടീമേ ഇല്ല എന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്ന് പറഞ്ഞു. അത് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴുമില്ല, മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴുമില്ല, ഇനിയിപ്പോൾ MLA ആയിരിക്കുമ്പോഴും എനിക്ക് അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ടീം ഇല്ല എന്ന് പറയുകയാണ്. അപ്പോഴാണ് ഇതേ മുഹമ്മദ് ഹുസൈൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ 2026 മാർച്ച് 29 അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. രാഷ്ട്രീയ നയങ്ങളിൽ കൃത്യമായ നിലപാടും വ്യക്തമായ വീക്ഷണവുമുള്ള കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ സോഷ്യൽ മീഡിയ ടീമിൽ കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ എനിക്കേറെ അഭിമാനം തോന്നുന്നു. ആരാണ് മുഹമ്മദ് ഹുസൈൻ? 2026 മാർച്ച് 29 ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനൊപ്പം നിൽക്കുന്ന ചിത്രത്തോടൊപ്പം പങ്കുവെച്ച വരികളാണ് ഇത്. അപ്പോൾ ആ രണ്ടാമത്തെ വാദവും പൊളിയുകയാണ്. മൂന്നാമത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് പറയുകയാണ്, ഈ മെറ്റ എൻ്റെയും പോസ്റ്റ് നീക്കം ചെയ്തു, ഞാൻ ഇട്ട എൻ്റെയും പോസ്റ്റ് നീക്കം ചെയ്തു. എപ്പോഴെന്നറിയാം, അത് മാർച്ച് മാസത്തെ പോസ്റ്റാണ് നീക്കം ചെയ്തത്. അത് പിന്നീട് 2 ദിവസം കഴിഞ്ഞ ശേഷം അത് തിരിച്ചു വരികയും ചെയ്തു. അന്ന് രത്തൻ കേൽക്കറാണ് ഇവിടുത്തെ ഇലക്ടറൽ ഓഫീസർ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറായി പ്രവർത്തിച്ചിരുന്നത്. അന്ന് ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ് പിന്നീട് ആ പോസ്റ്റ് വീണ്ടും ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇവിടെ ഇന്ന് നോക്കിയാൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വലിയ അവകാശവാദമായി മുന്നോട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ വസ്തുതാപരമായി വലിയ പിഴവാണെന്നാണ്. ഇനി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് പറഞ്ഞു, ഞാൻ ഒരു വാർത്താ ചാനലിൻ്റെയോ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളുടെയോ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറയുകയാണ്. ഇതിന് നിങ്ങൾ പരാതി നൽകണം, അതിനൊപ്പം സർക്കാർ നിൽക്കും എന്നാണ് പറയുന്നത്. നോക്കൂ, അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഭരണഘടന തന്നെ വിഭാവനം ചെയ്യുന്നതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് കാത്തു സൂക്ഷിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും ജനാധിപത്യ മാർഗത്തിൽ തിരഞ്ഞെടുത്ത് വന്നൊരു സർക്കാരിനുണ്ട്. അപ്പോൾ ഇവിടെ ഈ പരാതി ഇന്ന് വന്നതല്ല,
ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴല്ല ആ പരാതി വന്നിട്ടുള്ളത്. കഴിഞ്ഞ എത്രയോ ദിവസങ്ങളിലായി കേരളത്തിലെ മാധ്യമങ്ങളുടെ പോസ്റ്റുകൾ മെറ്റ നീക്കം ചെയ്യുന്നുണ്ട്. അത് മുഖ്യമന്ത്രി വി ഡി സതീശനെ വിമർശിക്കുന്ന പോസ്റ്റുകളാണ്, മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ വന്നിട്ടുള്ള പോസ്റ്റുകളാണ്. അപ്പോൾ ഒന്നിന് പിറകെ ഒന്നായി മെറ്റ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി വി ഡി സതീശനെ വിമർശിക്കുന്ന പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നത് എന്നത് ചോദിച്ചുള്ള ഒരുപാട് മാധ്യമ റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇതിലൊരു വിമർശനം ഉന്നയിക്കണമെന്ന് തോന്നിയില്ല? എന്തുകൊണ്ടാണ് മെറ്റയ്ക്ക് ഒരു കത്ത് ഔദ്യോഗികമായി നൽകണം എന്ന് തോന്നിയില്ല? എന്തുകൊണ്ടാണ് മെറ്റയോട് നിങ്ങൾ ചെയ്യുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള നീക്കമാണ്, ഇത് അംഗീകരിക്കാനാകില്ല എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിച്ചില്ല? എന്നിട്ട് ഇന്ന് വന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുകയാണ് നിങ്ങൾ പരാതി കൊടുക്കൂ. ആര്? ഈ വാർത്താ ചാനലുകൾ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങൾ പരാതി നൽകൂ, അതിനൊപ്പം സർക്കാർ നിൽക്കും എന്നാണ്. വേണമെങ്കിൽ ഞാൻ കൂടി കത്തയക്കാം മെറ്റയ്ക്ക്, എന്തോ സൗജന്യം പോലെ. ഇത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ഈ നിയമം, ഈ അവകാശം സംരക്ഷിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടി ദേശീയ തലത്തിൽ ഉയർത്തുന്ന രാഷ്ട്രീയമുണ്ട് ആ വിഷയത്തിൽ. അപ്പോൾ അവിടെ ഇതൊക്കെ കാത്തു സൂക്ഷിക്കുകയും ഇതൊക്കെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യേണ്ട ആ പാർട്ടിയുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പറയുകയാണ്, കേരളത്തിലെ മുഖ്യമന്ത്രി പറയുകയാണ്, നിങ്ങൾ മെറ്റയോട് പോയി ചോദിക്കൂ, നിങ്ങൾ മെറ്റയോട് പറയൂ, ഞാനും കൂടി പറയാം. ഇതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളിലും വസ്തുതാപരമായ പിഴവുകളുണ്ട്, രാഷ്ട്രീയ നിലപാടിൻ്റെ കാര്യത്തിൽ പിഴവുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇതിന് പിന്നിലുള്ള താല്പര്യം, കൃത്യമായി താല്പര്യം എന്താണ് എന്ന് മറച്ചു വെച്ച് സംസാരിക്കുന്നത് പോലെ, മറച്ചു വെച്ച് അദ്ദേഹം ചില നിലപാടുകൾ പറയുന്നത് പോലെ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന, നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താൻ കഴിയുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ MDMA കേസിൽ അറസ്റ്റിലായ മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന ആളുമായി ഉള്ള ബന്ധം, അത് നവകേരള സദസ്സ് 2023 നവംബർ മാസത്തിലെ നവകേരള സദസ്സ് മുതൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു തുടങ്ങി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വസ്തുതാവിരുദ്ധമാണ്. മുഖ്യമന്ത്രി വി ഡി സതീശന് MDMA കടത്തുമായോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് MDMA കടത്തുന്ന ആളുകളുമായോ എന്തെങ്കിലും ബന്ധമുണ്ടെന്നോ അതിന് സഹായം ചെയ്യുന്നോ ഒന്നൊന്നുമല്ല പ്രശ്നം. നോക്കൂ, നിങ്ങൾക്ക് ഇദ്ദേഹത്തെ അറിയുമോ എന്ന് വെച്ചാൽ അറിയും. അദ്ദേഹം സോഷ്യൽ മീഡിയ ടീമിൻ്റെ ഭാഗമായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞില്ല. അങ്ങനെ പറയാലോ മുഖ്യമന്ത്രിക്ക്? എന്തിനാണ് കളവ് പറയുന്നത്? അവിടെയാണ് പ്രശ്നം. എന്തിനാണ് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നത്? അതല്ല എങ്കിൽ ഒന്നുകിൽ ഇത് ബോധപൂർവം പറയുകയാണ്, അതല്ല എങ്കിൽ ഇതൊന്നും അറിയാനുള്ള, ഈ വിവരങ്ങളൊന്നും അറിയാനുള്ള സംവിധാനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. നോക്കൂ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെയുള്ള ആഴത്തിലുള്ള പരിശോധന അദ്ദേഹം നടത്തണം. ഈ സ്വന്തം ടീമിനെക്കുറിച്ച് അല്ലെങ്കിൽ സ്വന്തം ടീമിലുണ്ടാകുന്ന പാളിച്ചകളെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിയാത്ത കേരളത്തിലെ മുഖ്യമന്ത്രി എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുകയാണ്? അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ എങ്ങനെയാണ് ഈ മുഖ്യമന്ത്രി സംരക്ഷിക്കാൻ പോകുന്നത്? കേരളത്തിലെ ജനങ്ങളുടെ അവകാശങ്ങൾ എങ്ങനെയാണ് ഈ മുഖ്യമന്ത്രി സംരക്ഷിക്കാൻ പോകുന്നത്? സ്വന്തം ടീമിലുള്ള ആളുകൾ, അവരുടെ സോഴ്സ് എന്താണ്, അവരെവിടെ നിന്ന് വരുന്നു, അവരെന്താണ് ചെയ്യുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത, എന്ന് പോലും പരിശോധിക്കാൻ കഴിയാത്ത, അത് സംബന്ധിച്ച് ഒരു വിവരവും ശേഖരിക്കാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണ് കേരളത്തെ സംരക്ഷിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. ഏതായാലും വലിയ അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എന്നല്ല, കേരളം എന്ന് മാത്രമല്ല രാജ്യം തന്നെ കടന്നു പോകും. നമ്മൾ ദേശീയ തലത്തിലെ സാഹചര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ഗൗരവമായി വിലയിരുത്തിയതാണ്, ചർച്ച ചെയ്തതാണ്. ഈ CJP സമരത്തിന് പിന്നാലെ, വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തിന് പിന്നാലെ അവർ പറയുന്ന പല കാര്യങ്ങളും, അവർ ഉയർത്തുന്ന പല വിമർശനങ്ങളും കേന്ദ്ര സർക്കാർ, കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം വഴി IT നിയമത്തിലെ വകുപ്പുകൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നീക്കം ചെയ്യുന്നത് നമ്മൾ കാണുന്നതാണ്. മാത്രമല്ല, കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന വീഡിയോകളുടെ, കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന പോസ്റ്റുകളുടെയൊക്കെ തന്നെ റീച്ചുകൾ കുറയ്ക്കാനുള്ള വലിയ നീക്കങ്ങൾ അവിടെ കേന്ദ്ര സർക്കാർ തലത്തിൽ നടക്കുന്നു. അപ്പോഴാണ് കേരളത്തിലും സമാനമായി നീക്കം നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അപകടകരമായ സാഹചര്യമാണ്. ഇതിൻ്റെ അപകടം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരിച്ചറിയുന്നില്ല എന്നാണോ, അതോ ഈ അപകടം മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ ഇപ്പോൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണോ എന്ന കാര്യമാണ്. ഏതായാലും ഇത് വളരെ ഗൗരവമായ സാഹചര്യമാണ്. ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം തന്നെ പറയുന്ന പല വാദങ്ങളും പൊളിഞ്ഞു വീഴുന്നതാണ്. മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ പൊളിയുന്നോ എന്നാണ് ചോദ്യം. വാദങ്ങൾ പൊളിയുന്നോ സ്മൃതി? ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നമ്മുടേതടക്കം ചില മാധ്യമങ്ങളുടെ കാർഡുകളാണ് റിമൂവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ
ഒരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്ന ഒരു കാർഡ് കൂടി അത്തരത്തിൽ റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. മെറ്റയിൽ തനിക്ക് സ്വാധീനമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം CMO പേജ് അത് ആവശ്യപ്പെട്ടും റിക്വസ്റ്റ് ചെയ്തിട്ടും മെറ്റ അത് തിരിച്ചു നൽകിയിട്ടില്ല എന്ന് പറഞ്ഞു. അതൊരു ശരിയാണെന്ന് തോന്നുന്നു. കാരണം CMO പേജ് പിണറായി വിജയൻ്റെ കാലത്തെ പേജിൽ ഉണ്ടായിരുന്ന ലൈക്കുകളും ഷെയറുകളും വലിയ ഹ്യൂജായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വളരെ ഒരു ദുർബലമായ അവസ്ഥയിൽ കിടക്കുകയാണ്. CMO പേജ് കിട്ടിയിട്ടില്ല എന്നുള്ളത് ശരിയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് സർക്കാർ സംവിധാനത്തിൽ നിന്ന് ഒരു പരാതി പോകാതെ ഇത് സംഭവിക്കുമോ എന്നുള്ളതാണ്. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടന്റ് ഇപ്പോൾ DYFIയുടെ പരാതിയായിരുന്നു ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിമർശിക്കുന്ന വാർത്ത. അതിലെ കാർഡടക്കം അതിൽ നിന്നാണ് തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് മുഖ്യമന്ത്രി വിമർശിക്കുന്ന കാർഡുകളാണ് റിമൂവ് ചെയ്യപ്പെട്ടില്ല. പക്ഷേ ഇതേ കണ്ടന്റ് കൊടുത്തിരിക്കുന്ന മറ്റ് പല മാധ്യമങ്ങളുടെയും കാർഡുകൾ റിമൂവ് ചെയ്യപ്പെട്ടിട്ടില്ല. ചില പ്രത്യേക മാധ്യമങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരുടെ കാർഡുകൾ കൃത്യമായി പോകുന്നു. ഒരു കാർഡ് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ ഇതിൻ്റെ വിദഗ്ധരോട് ചോദിക്കുമ്പോൾ പറയുന്നത്, അതിൻ്റെ പേജിൽ നമ്മളിപ്പോൾ ഒരു പേജിൽ വന്ന്, അതായത് നമ്മുടെ പേജിൽ വന്ന് ആ കാർഡ് ആദ്യം ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ URL കോപ്പി ചെയ്തിട്ട് മെറ്റയ്ക്ക് അയക്കണം. എന്നിട്ടേ മെറ്റ അത് ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്യുന്ന ഒരു രീതിയല്ല. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളത് പരാതിപ്പെട്ടപ്പോൾ മെറ്റയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മറുപടി എന്താണ്? വെൻ ഫേസ്ബുക്ക് റെസ്ട്രിക്ട്സ് എ പോസ്റ്റ് ലോക്കലി ഡ്യൂ ടു എ ഗവൺമെൻറ് ഓർ law enforcement directive under India's information technology rules. It signifies that Meta has received a legitimate legal order from a government body or court to limit access to that specific content within that area. അപ്പോൾ ഒന്നുകിൽ കോടതിയുടെ ഉത്തരവുണ്ടാകണം, അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിൻ്റെ പരാതി ഉണ്ടാകണം. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയിട്ടില്ല എന്ന് പറയുമ്പോഴും അതല്ല, സർക്കാർ സംവിധാനത്തിൻ്റെ പോലീസിൽ നിന്നും അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കാം. സർക്കാർ സംവിധാനത്തിൽ നിന്ന് വന്നിരിക്കുന്ന പരാതിയാണ് എന്ന് വേണം കരുതാൻ. ഇനി അതല്ല, ഇപ്പോൾ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നതുപോലെ CJP സമരം വന്നപ്പോൾ അവരുടെ വാദങ്ങൾ, അവരുടെ പ്രതികരണങ്ങൾക്ക് കിട്ടിയ വലിയ സ്വീകാര്യത, വലിയ രീതിയിൽ അത് ഷെയർ ചെയ്യപ്പെട്ട ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ അതിനെതിരെ കേന്ദ്രം നീങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്ന പ്രതികരണം കൂടി റിമൂവ് ചെയ്യപ്പെട്ടു. അതിലാണ് മെറ്റയ്ക്ക് ഖേദപ്രകടനം നടത്തേണ്ടി വന്നത്. അതിനുശേഷം ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന ചില വിദഗ്ധരോട് ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, നരേന്ദ്രമോദിയുടെ പോസ്റ്റ് നീക്കിയതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിനനുസരിച്ച് ഭരണാധികാരികൾക്ക് വിമർശനാത്മകമായ എല്ലാ പോസ്റ്റുകളും നീക്കം ചെയ്യാനുള്ള തരത്തിൽ ഒരു അൽഗോരിതം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് വിമർശനങ്ങളെ വേർതിരിക്കുന്നില്ല. കാർഡിൽ വിമർശനമാണോ അതോ പിന്തുണയാണോ എന്ന് പോലും നോക്കാതെ ഒരു അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഡിലീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന ഒരു അഭിപ്രായം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാളത്തിന് പരിഭാഷയിലാകുമ്പോൾ അത് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ച് വന്ന കാർഡ് കൂടി റിമൂവ് ചെയ്യപ്പെട്ടത് എന്നത് ഒരു യുക്തിഭദ്രമായ ഒരു നിലപാടായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ അതിൽ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇത് മെറ്റയ്ക്ക് തന്നെ മാധ്യമ സ്ഥാപനങ്ങൾ കത്തയക്കേണ്ടതും അവരുടെ അഭിപ്രായം തേടേണ്ടതുമാണ്. ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തി എന്ന നിലയ്ക്കല്ലല്ലോ ഈ വാർത്ത കൊടുക്കുന്നത്, ഒരു മാധ്യമ സ്ഥാപനമാണ്. അപ്പോൾ ഇതിലെന്താണ് സംഭവിക്കുന്നത്? തിരിച്ച് നമ്മുടെ മാധ്യമ സ്ഥാപനം എന്ന നിലയ്ക്ക് നമ്മളോടത് ചോദിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സുപ്രീം കോടതി തന്നെ പറയുന്നു, Supreme Court has already drawn the line in Shreya Singhal versus Union of India. The court read down Section 79. A platform must remove content only on a court order or a government notification tied to Article 119(2) എന്നുള്ളത്. ഇത് തന്നെയാണ് മറ്റേ നേരത്തെ നൽകിയിരിക്കുന്ന വിശദീകരണം. സർക്കാർ സംവിധാനത്തിൽ നിന്ന് വരിക്കുന്ന പരാതിയായിരിക്കണം. അതല്ല എങ്കിൽ ഇതിൽ കൃത്യമായി കോടതിയുടെ ഉത്തരവുണ്ടാകും. ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല എങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു കോടതി ഉത്തരവില്ല. അപ്പോൾ സ്വാഭാവികമായും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കിതിൽ കൗതുകരമായി തോന്നുന്ന കാര്യം, കേന്ദ്രത്തിൻ്റെ ഈ മാധ്യമങ്ങളെ പിടിച്ചുകെട്ടുന്ന ഈ നടപടിക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ആ കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിൽ ഇവിടെ പരാതിയില്ലേ? ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഇതിനോട് പ്രതികരിക്കുന്നില്ലേ? അപ്പോൾ അതിനോട് പ്രതികരിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസിൻ്റെതായി വന്ന ഒരു വാദം, നമ്മുടെ ചർച്ചയിൽ വന്നിരിക്കുന്ന വക്താവടക്കം പറയുന്നൊരു വാദം, വിമർശനങ്ങൾ നിങ്ങൾക്ക് ഉന്നയിക്കാം, പക്ഷേ വ്യക്തിഹത്യ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ കാർഡിനെ വ്യക്തിഹത്യയായി അവർ വിവക്ഷിക്കുകയാണ്. അപ്പോൾ വ്യക്തിഹത്യ എന്ന നിലയ്ക്ക് ഒരു പരാതി നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് നിഷേധിക്കുകയാണ്. അപ്പോൾ ഒരു കേന്ദ്രം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കൃത്യമായി പറഞ്ഞതുപോലെ പേജിൽ വന്ന് ആ പറഞ്ഞ കാർഡ് ക്ലിക്ക് ചെയ്ത് URL കോപ്പി ചെയ്ത് കൃത്യമായി ഓരോ വാർത്തയ്ക്കും പിന്നാലെ പോകുന്ന ഒരു പ്രവർത്തന കേന്ദ്രം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന വാക്കുകൾ വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ, അദ്ദേഹം പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോയിട്ടില്ല, നിങ്ങൾ പരാതി നൽകൂ, നിങ്ങളാണല്ലോ പാർട്ടി, അപ്പോൾ നിങ്ങൾ പരാതി നൽകൂ, അതിനോടൊപ്പം തന്നെ സർക്കാരും കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ അതിലപ്പുറം സർക്കാർ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. സർക്കാരിന് ബാധ്യതയുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ സ്വന്തം നിലയ്ക്ക് തന്നെ സർക്കാർ ആ രൂപത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിനെ വിമർശിക്കുന്ന കാർഡുകൾ വരണം
എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. അങ്ങനെ കടത്തി പറയുമ്പോൾ ഇതിൽ ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടതുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ലേഖനങ്ങളടക്കം അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. നമുക്ക് അറിയാവുന്ന പോലെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വേറെ രൂപത്തിലായിരുന്നു, മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്ന രൂപത്തിലൊക്കെയാണ് അത് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്ന അന്നത്തെ പ്രതിപക്ഷം ഇന്ന് ഭരണത്തിലേക്ക് വരുമ്പോൾ ആ വാദങ്ങൾ മാറുകയാണോ? അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കസേര മാറുമ്പോൾ നിലപാട് മാറുന്നുണ്ടോ എന്നൊരു സംശയം അവിടെ വരികയാണ്. അപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എങ്കിൽ അതിൽ ശക്തമായ നടപടിയുമായിട്ടാണ് ഈ സർക്കാർ വരേണ്ടത്. അത് വിമർശനങ്ങളെ കൂടി കേൾക്കുന്ന രൂപത്തിലാണ്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ പറയുന്ന കാര്യം ഈ പറയുന്ന MDMA കേസിലെ പ്രതിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യം, ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം ഈ മാധ്യമപ്രവർത്തകർക്കൊപ്പം തന്നെ പലരും വന്ന് ഫോട്ടോകൾ എടുക്കും. നമുക്കതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല, നമുക്ക് അറിയുന്ന ആളുകളല്ല. പക്ഷേ ഇദ്ദേഹത്തെ ഈ രണ്ട് പ്രതികളെയും തനിക്കറിയാമെന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. തനിക്കറിയാമെന്ന് പറയുമ്പോഴും ഏത് കാലം തൊട്ട് അറിയാമെന്നുള്ള കാര്യം വിശദീകരിക്കുന്നതിലാണ് കാര്യങ്ങളിൽ തെറ്റുണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാലത്തിന് മുമ്പ് തന്നെ അറിയാമായിരുന്നു എന്നതിൻ്റെ ചിത്രങ്ങൾ ആ പ്രതിയുടെ പേജിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുകയാണ്. സോഷ്യൽ മീഡിയ ഒരു പേജ് ഔദ്യോഗികമായി ചെയ്തിട്ടില്ല എങ്കിൽ കൂടി നേതാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അത് പിണറായി വിജയന് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരുപാട് പേജുകൾ ഉണ്ടായിട്ടുണ്ട്. ആ രൂപത്തിൽ പ്രവർത്തിച്ച ഒരാളാണ്. അയാൾക്ക് VD സതീഷുമായി പരിചയമുണ്ടായിരുന്നു. അതിൽ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടത്. കാരണം MDMA പ്രതി അയാൾ MDMA ഉപയോഗിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ MDMA വിതരണം ചെയ്യുന്ന ആളാണ് എന്നറിഞ്ഞുകൊണ്ട് VD സതീശൻ അയാളുമായി സൗഹൃദം സ്ഥാപിച്ചു എന്നതാണോ പ്രതിപക്ഷത്തിന്റെ ആരോപണം? അങ്ങനെയല്ല എന്നാണ് മുഹമ്മദ് റിയാസിന്റെ പ്രതികരണത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ മറ്റൊരു കാര്യം കൂടി പ്രധാനപ്പെട്ട പോയിന്റായി പറയുന്നുണ്ട്. അതായത് ഈ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഞാൻ ഈ നേതാവിൻ്റെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് ഈ കച്ചവടത്തിൽ അയാളതുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അതായത് രാഷ്ട്രീയ ബന്ധങ്ങൾ ഇതിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും UDF സർക്കാരിൻ്റെ കാലത്താണല്ലോ ഇപ്പോൾ UDFിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ഒരാൾ പിടിയിലായിരിക്കുന്നത്. അതിന് ഞാൻ അഭിനന്ദിക്കുകയാണ്. പക്ഷേ ഈ പറഞ്ഞ ബന്ധങ്ങൾ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന വിശദീകരണം വ്യക്തമല്ല. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഒരു നിലപാടുണ്ടാവുകയും ആ നിലപാട് നമ്മൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ പരാതി നൽകുന്നതിന് അടിസ്ഥാനത്തിൽ മാത്രം അതിൻ്റെ പിറകിൽ നീങ്ങേണ്ടതല്ല സർക്കാർ സംവിധാനം. അതിന് മുന്നിൽ നീങ്ങിക്കൊണ്ട് കോടതിയിൽ പോയിക്കൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ട സർക്കാരാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വാദങ്ങൾ പൊളിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. വാദങ്ങൾ പൊളിയുന്നു എന്നത് മാത്രമല്ല, ഒരിക്കൽ കൂടി VD സതീശൻ്റെ പത്രസമ്മേളനത്തെ ട്രൂത്തോമീറ്റർ കൊണ്ട് വിലയിരുത്തേണ്ടി വരുന്ന ഗതികേടിലാണ് നമ്മൾ മാധ്യമപ്രവർത്തകർ എന്നതാണ്. ഇവിടെ പ്രേക്ഷകർ, ആ പരിപാടി തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു 2 ആഴ്ച കൊണ്ട് ഇത് അവസാനിക്കുന്നു. പക്ഷേ അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന കണ്ടന്റുകൾ ചെറുതല്ല. ഓരോ തവണ മുഖ്യമന്ത്രി വന്ന് വാർത്താ സമ്മേളനം നടത്തുമ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞതിലെ ഫാക്ട് ചെക്ക് എന്ന് പറയുന്നതിന് മാത്രം ഒരു എപ്പിസോഡ് തുടങ്ങേണ്ട അവസ്ഥയിലാണ്. ഇന്ന് 4 കാര്യങ്ങളാണ് പ്രധാനമായും മുഖ്യമന്ത്രി പറഞ്ഞത് വാസ്തവവിരുദ്ധമായി. തുടർച്ചയായി വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പറയുക എന്നുള്ളത് ഒരു പാത്തോളജിക്കൽ ലയറിൻ്റെ സവിശേഷതയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ നമ്മളുടെ മുഖ്യമന്ത്രി ഞാൻ അങ്ങനെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നമ്മളുടെ മുഖ്യമന്ത്രി VD സതീശൻ അശ്വത്ഥമാ ഹതകുഞ്ചര എന്ന പ്രയോഗത്തിൽ നിന്ന് മാറി ഒരു 100% ഗീബൽസിയൻ തന്ത്രം പ്രയോഗിച്ച ഒരു വാർത്താ സമ്മേളനമാണ് നമ്മൾ ഇന്ന് കണ്ടത്. 4 കാര്യങ്ങൾ. 1, സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് മെറ്റയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വാദം. 2, MDMAയുമായി ബന്ധപ്പെട്ട ആ കേസിലെ പ്രതിയുമായിട്ടുള്ള VD സതീശൻ്റെ ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് നൽകിയ മറുപടി. 3, വന്ദേമാതരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യവും ആ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടിയും. ഈ പ്രധാനമായിട്ടും ഈ 3 എണ്ണമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ വ്യക്തമായിട്ടും അദ്ദേഹം ഇന്നൊരു കാര്യം പറഞ്ഞു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കത് ഓർമ്മയുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്: പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴോ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴോ എനിക്ക് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ടീമില്ല എന്നാണ്. VD സതീശൻ എന്ന പേരിലുള്ള VD പേരിലുള്ള അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഹാൻഡിൽ ചെയ്യുന്നത് പ്രൈമറി കൺട്രി ഓർ റീജിയൻ ലൊക്കേഷൻ ഓഫ് പീപ്പിൾ ഹു മാനേജ് ദിസ് പേജ് ഇൻക്ലൂഡ്സ് ഇന്ത്യ. 5 പേർ 5 ഇടങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേജ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതായത് VD സതീശൻ അല്ലാതെ 5 പേർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്ന് മെറ്റ തന്നെ ഒരു വിവരം ഇപ്പോൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പേജ് എടുത്ത് നോക്കിയാൽ കാണാം. പ്രൊഫൈൽ പേജ് പോലും കള്ളം പറയൂല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും VD സതീശൻ നേരിട്ടിരുന്നതല്ല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അതങ്ങ് സമ്മതിച്ചുകൂടെ എന്നുള്ളതാണ്. ഇനി എന്തിനാണ് ഇങ്ങനെയൊരു കള്ളം പറഞ്ഞത്? ഈ കള്ളം പറഞ്ഞതിലൂടെ വീണ്ടും അപകടത്തിൽ പോയി ചാടി VD സതീശൻ. VD സതീശനെ പറയാമായിരുന്നു, അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു പ്രാദേശിക നേതാവായിരുന്നു, ഒരു മണ്ഡലം കമ്മിറ്റി ഭാരവാഹിയായിരുന്നു, അവിടെ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവാം എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അദ്ദേഹം വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു അതിസാമർഥ്യം കാണിച്ചതാണ് ഇന്നിപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. എന്തായിരുന്നു ആ അതിസാമർഥ്യം?
MDMA കേസിൽ 1-2 ഗ്രാം അല്ല, 139 ഗ്രാം അല്ലേ MDMAയുമായി. മനസ്സിലാക്കുന്നത് 500 ഗ്രാം MDMA, മൊത്തം 500 ഗ്രാം MDMA എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. 1/2 കിലോ MDMA, 1 ഗ്രാമിന് 10,000 വിലമതിക്കുന്ന MDMAയുടെ 1/2 കിലോ MDMA കേരളത്തിൽ വിതരണം ചെയ്യാൻ വന്നൊരു വലിയ മാഫിയ സംഘത്തിൻ്റെ തലവനായ മുഹമ്മദ് ഹുസൈനെയും അബ്ദുൽ സലാമിനെയും എനിക്കറിയാം എന്ന് മുഖ്യമന്ത്രി പറയുകയാണ് VD സതീശൻ. എന്നിട്ട് മുഖ്യമന്ത്രി VD സതീശൻ പറയുന്ന ഒരു കാര്യം എപ്പോൾ മുതൽ അറിയാം എന്നുള്ളതാണ് ചോദ്യം. അതിന് അദ്ദേഹം വളരെ സ്പെസിഫിക്കായി കൺവിൻസിങ് സ്റ്റാറായി മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി നവകേരള സഭയിൽ കറുപ്പം പീടികയിൽ പെരുമ്പാവൂർ മണ്ഡലത്തിൽ വന്ന സമയത്ത് അവിടെ പോലീസിൻ്റെ മർദ്ദനമേറ്റ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിലാണ് എനിക്കറിയാവുന്നത് എന്നാണ്. പെരുമ്പാവൂർ മണ്ഡലത്തിൽ നവകേരള സദസ്സ് വന്ന ദിവസം 2023 നവംബർ മാസം 10-ാം തീയതിയാണ്. കാരണം നമ്മൾ ഈ യാത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്നു റിപ്പോർട്ടർ TV. 2023 നവംബർ മാസം 10-ാം തീയതിയായിരുന്നു പെരുമ്പാവൂരിൽ ഈ നവകേരള സദസ്സ് വരികയും അവിടെ വെച്ച് പതിവ് പോലെ കരിങ്കുടി കാണിക്കുന്ന സംഭവം ഉണ്ടാവുകയും ചെയ്തത്. അപ്പോൾ 2023 നവംബർ മാസം 10-ാം തീയതിക്ക് ശേഷമായിരിക്കണമല്ലോ സ്വാഭാവികമായിട്ടും VD സതീശൻ ഈ പ്രതിയായ ലഹരി കടത്തിലെ പ്രതിയായ മുഹമ്മദ് ഹുസൈനെ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ മുഹമ്മദ് ഹുസൈൻ്റെ തന്നെ പ്രൊഫൈൽ പറയുന്നു, അല്ല, ഞങ്ങൾക്ക് അതിന് മുമ്പുള്ള ബന്ധമുണ്ട്. 2021 സെപ്റ്റംബർ മാസം 4-ാം തീയതി, 2022 മറ്റൊരു കാഴ്ച. ഇതുകൂടാതെ ഇതേ 2023 നവകേരള സദസ്സ് വരുന്നതിന് ഒരു മാസം മുമ്പ് ഒക്ടോബർ മാസം 21-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഉള്ള വിവിധ ഇടങ്ങളിൽ എടുത്തിരിക്കുന്ന ചിത്രങ്ങൾ, ഇങ്ങനെ 4 ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ തന്നെയുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ 2023 നവംബർ 10-ന് നവകേരള സദസ്സ് എത്തിയപ്പോൾ ആ മർദ്ദനത്തിൽ പരിക്കേറ്റയാളെ കണ്ടപ്പോൾ മുതലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നവകേരള സദസ്സ് 2023 നടക്കുമെന്നും ആ നവകേരള സദസ്സിൽ പെരുമ്പാവൂരിൽ വെച്ച് അടികൊള്ളുമെന്ന് കരുതി 3 വർഷം മുമ്പ് 2021 മുതൽ ഫോട്ടോ എടുത്തിരിക്കുന്നു VD സതീശൻ. അപാരമായ ത്രികാലജ്ഞാനവും വൈഭവവും എന്നേ പറയേണ്ടതുള്ളൂ. 2023 നവംബറിൽ അടികൊള്ളുന്ന ഒരാളെ 2021 അതിൻ്റെ പേരിൽ VD സതീശൻ കണ്ടിരിക്കുന്നുവെന്നാണോ? അതിൻ്റെ പേരിൽ VD സതീശൻ 2022 കണ്ടിരിക്കുന്നുവെന്നാണോ? 2023 നവംബർ മാസം 10-ാം തീയതി അടികൊള്ളുന്ന ഒരാളെ നവംബർ മാസം 23-ാം തീയതി ഒക്ടോബർ മാസം 31-ാം തീയതി കണ്ടത് എന്തിനാണ് VD സതീശൻ? അപ്പോൾ ആ വാദം പൊളിഞ്ഞടുങ്ങി എന്നുള്ളതാണ്. അപ്പോൾ കൺവിൻസിങ് സ്റ്റാറാവാൻ ശ്രമിച്ചതാണ് യഥാർത്ഥത്തിൽ ഇവിടെ VD സതീശന് സംഭവിച്ച പരാജയം എന്ന് പറയുന്നത്. ഇത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം VD സതീശൻ്റെ പ്രൊഫൈൽ തന്നെ പറയുന്നു, എൻ്റെ പ്രൊഫൈൽ മാനേജ് ചെയ്യുന്നത് 5 പേരാണ്. VD സതീശൻ പറയുന്നു എനിക്കങ്ങനെ മാനേജ് ചെയ്യാൻ ആരുമില്ല എന്ന് പറയുന്നു. രണ്ടാമത് വന്ന് പറയുന്നു ഞാൻ ലഹരി കേസിലെ പ്രതിയെ കണ്ടത് 2023 നവംബർ 10-ന് നവകേരള സദസ്സിന് ശേഷമാണ്. പക്ഷേ അദ്ദേഹത്തിന് തന്നെ പ്രൊഫൈൽ പറയുന്നു അതിനു മുൻപും കണ്ടിട്ടുണ്ട്, ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്, ഒരുമിച്ച് നിന്നിട്ടുണ്ട്, വീട്ടിൽ പോയിട്ടുണ്ട് എന്നുള്ളത്. വീട്ടിൽ പോയപ്പോൾ ക്രൂരമായ മർദ്ദനമേറ്റ് നടക്കാൻ പോലും കഴിയാതിരുന്ന എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. ആ അപകടത്തിൻ്റെയും ആശുപത്രി റിപ്പോർട്ടുകളും പറയുന്നതനുസരിച്ച് ക്രൂരമായ മർദ്ദനമോ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാവുന്ന മർദ്ദനമോ ഒന്നും തന്നെ ഈ പറയുന്നയാൾ ഏറ്റിട്ടില്ല എന്നുള്ളതാണ്. അത് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് റിപ്പോർട്ടർ TV പുറത്തുവിട്ടിട്ടുണ്ട്. ഈ മർദ്ദനം നടന്നതിന് ശേഷം പോലീസ് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കുന്നത് വരെയുള്ള ദൃശ്യങ്ങളിൽ പലതും ലഭ്യവുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് ഇങ്ങനെ കള്ളം പറയാൻ പറ്റുക? എങ്ങനെയാണ് വസ്തുതാവിരുദ്ധമായി സംസാരിക്കാൻ പറ്റുക? ഇതാണ് ഈ 2 കാര്യത്തിൽ സംഭവിച്ചത്. ഇതോടൊപ്പമാണ് അദ്ദേഹം ഒരു കാര്യം കൂടി തൊട്ടിവിട്ടു. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പോലും എനിക്ക് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളില്ല. നേരത്തെ PS സുനിൽ വായിച്ചു, എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം. എന്താണ് മുഹമ്മദ് ഹുസൈൻ എന്ന MDMA കേസിലെ ഒന്നാം പ്രധാനപ്പെട്ട പ്രതി പറയുന്നത്? അദ്ദേഹത്തിൻ്റെ വിശേഷണം തന്നെ ടീം VD സതീശൻ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്നാണ്. രാഷ്ട്രീയ നയങ്ങളിൽ കൃത്യമായ നിലപാടും വ്യക്തമായ രാഷ്ട്രീയ വീക്ഷണവുമുള്ള കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ സോഷ്യൽ മീഡിയ ടീമിൽ കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിന് എനിക്കേറെ അഭിമാനം തോന്നുന്നു എന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 2026 മാർച്ച് 29. തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് വിജയാശംസകൾ നേർന്നുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ലഹരിക്കടത്തിലെ പ്രതി ഞാൻ VD സതീശൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ സോഷ്യൽ മീഡിയ ടീമിൽ അംഗമാണ് എന്ന് എഴുതിയതാ. ഇപ്പോൾ നിങ്ങൾ പോയി നോക്കിയാൽ ആ പേജിൽ അത് കാണാം. ഇപ്പോൾ നിങ്ങൾ പോയി നോക്കിയാലും ആ പേജിൽ അത് കാണാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിങ്ങനെ അവിടെ പച്ച വെളിച്ചത്തിൽ ഇങ്ങനെ പകൽ വെളിച്ചത്തിൽ കിടക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും എനിക്കൊരു സോഷ്യൽ മീഡിയ ടീം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ സോഷ്യൽ മീഡിയ ടീം ഇല്ല എന്ന് പറയുന്നത് വാസ്തവ വിരുദ്ധം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ സോഷ്യൽ മീഡിയ ടീമിൽ എന്ന് പറയുന്നതും വാസ്തവ വിരുദ്ധം എന്നതാണ്. ഇനി മെട്രോയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് എന്താ? ഇത് ഒരു ബന്ധവും എനിക്കില്ല എന്നുള്ളതാണ്. നേരത്തെ സ്മൃതി പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശേഷിപ്പിക്കുന്നില്ല. പക്ഷേ നോക്കൂ, ഇന്ത്യയിൽ നിലവിലിരിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ഇന്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് റൂൾസ് പ്രകാരം 2021 പ്രകാരം ഒന്നുകിൽ കോടതി പറയണം
അതല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറി നിലവാരത്തിലുള്ള ഉദ്യോഗസ്ഥൻ പറയണം, ഇല്ലെങ്കിൽ DIG റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയണം മെറ്റയോട് ഇത് ലീഗൽ കൺഫോമിറ്റിക്ക് ഇല്ലാത്ത അല്ലെങ്കിൽ ലീഗലായിട്ട് പോകാത്തൊരു പോസ്റ്റാണെന്നും ഇത് ഇല്ലീഗൽ പോസ്റ്റോ മാനാപമാനമുണ്ടാക്കുന്ന പോസ്റ്റോ ഇത് നിലവിലുള്ള റൂൾസിന് വിരുദ്ധമാണെന്നോ പറഞ്ഞാൽ മാത്രമേ നിലവിലത് സാധ്യമാകൂ. അതിനൊരു പ്രൊസീജിയറുണ്ട്. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ കൊണ്ട് കൊടുത്താൽ അവരുടെ നേതാവിനെതിരെയുള്ള പോസ്റ്റ് നീക്കാൻ പറ്റൂല. അത് നീക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കോർട്ട് പറയണം, ഇല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറി, അതല്ലെങ്കിൽ DIG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പറയണം. അറിയേണ്ടത് ഇവരിൽ ആര് പറഞ്ഞു എന്നുള്ളതാണ്. കോടതിയല്ല എന്ന് ഉറപ്പിക്കാം, അതിനുള്ള സമയമായില്ല. എങ്കിൽ പിന്നെ അവശേഷിക്കുന്നത് ഒന്നുകിൽ DIG റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ, അതല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ള മറ്റൊരു ഉദ്യോഗസ്ഥൻ. ഇവരിൽ ആര് പറഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ വ്യക്തമായ ഉത്തരം ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൊടുത്ത മെറ്റയ്ക്ക് കൊടുത്തിരിക്കുന്ന നമ്മളുടെ പരാതിയിൽ മെറ്റ വളരെ വിശദമായി തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. അതൊരു ലീഗൽ അതോറിറ്റി, ഒരു ലെജിറ്റിമേറ്റ് ലീഗൽ കംപ്ലൈൻറ്റ് കിട്ടിയത് കൊണ്ടാണ് ഞങ്ങളത് ചെയ്തത് എന്നുള്ള വിവരമാണ് വന്നിരിക്കുന്നത്. അതാര് കൊടുത്തു? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2 പേർ എന്ന് പറയുന്നത്. അപ്പോൾ അക്കാര്യത്തിലും VD സതീശൻ്റെ വാദം പൊളിയുകയാണ്. തുടർച്ചയായി VD സതീശനെതിരെയുള്ള 21 വാർത്തകളാണ് റിപ്പോർട്ടറിൻ്റെ വാർത്താ ഫീഡിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നത് എന്നതറിയണം. പെർസുവന്റ് ടു ദ ലീഗൽ റിക്വയർമെന്റ് അണ്ടർ IT റൂൾസ്. ആര് നിർമ്മിച്ചതാണ്? VD സതീശൻ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ ചട്ടം നിർമ്മിച്ചിരിക്കുന്നത് മോദി സർക്കാരാണ്. മോദി സർക്കാർ നിർമ്മിച്ച ചട്ടം ഉപയോഗിച്ച് VD സതീശൻ തനിക്കെതിരെയുള്ള വിമർശനങ്ങളുടെ നാവരിയുന്നു എന്നുള്ളതാണ് പച്ചയ്ക്ക് പറഞ്ഞാലുള്ള യാഥാർത്ഥ്യം. അപ്പോൾ അവിടെയും വാദം പൊളിഞ്ഞു. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് അവിടെ കൊണ്ടും തീർന്നില്ല. വന്ദേമാതരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഇന്ന് വാസ്തവവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞു, കള്ളം പറഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരുന്നു. നിർഭാഗ്യവശാൽ എനിക്കതിൽ അതിയായ ഖേദമുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി കള്ളം പറഞ്ഞു എന്ന് പറയേണ്ടി വരുന്നതിൽ. എന്താ മുഖ്യമന്ത്രി പറഞ്ഞ വാചകം? മുഖ്യമന്ത്രി പറഞ്ഞത് വന്ദേമാതരം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ ഒരു നിയമം പാസ്സാക്കി നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷൻ പ്രകാരം വന്ദേമാതരം പൂർണ്ണമായി പാടിയില്ലെങ്കിൽ 3 വർഷം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പക്ഷേ ഞങ്ങളൊരു തീരുമാനമെടുത്തിട്ടുണ്ട് എന്നാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളുടെ എല്ലാവരുടെയും മുന്നിലുള്ളതാണ് വന്ദേമാതരവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ പാസ്സാക്കിയ കേന്ദ്ര നിയമം. ആ കേന്ദ്ര നിയമം നോട്ടിഫിക്കേഷൻ വന്നുള്ളതും ശരിയാണ്. ആ നോട്ടിഫിക്കേഷനിലെ ആ ആക്ടിലെ സെക്ഷൻ 3 എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ് അമെൻഡ് ചെയ്ത് കയറ്റിയിരിക്കുന്നത്? ദേശീയ ഗാനമോ ദേശീയ ഗീതമോ അഥവാ വന്ദേമാതരമോ ആലപിക്കുന്നത് പ്രിവെന്റ് സിംഗിങ് ഓഫ് ദി നാഷണൽ ഗീതമോ നാഷണൽ ആന്തം, ദേശീയ ഗാനമോ ദേശീയ ഗീതമോ ആലപിക്കുന്നത് പ്രിവെന്റ് ചെയ്യുകയാണെങ്കിൽ, തടയുകയാണെങ്കിൽ, അതല്ലെങ്കിൽ കോസസ് ഡിസ്റ്റർബൻസ് ടു എനി അസംബ്ലി ദാറ്റ് സിംഗ്സ് ദിസ് നാഷണൽ ആന്തം ഓർ നാഷണൽ സോങ്, ഈ നാഷണൽ ഗീതം ദേശീയ ഗീതം പാടുന്ന വന്ദേ മാതരം പാടുന്ന ഒരു അസംബ്ലിയെ നിങ്ങൾ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം വരെ തടവ്. ഇവിടെ എവിടെയാണ് ഇത് പൂർണ്ണമായും പാടിയിരിക്കണമെന്ന് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഇതൊരു അഡ്വൈസറി മാത്രമാണെന്ന് പറഞ്ഞിരിക്കുകയല്ലേ സുപ്രീം കോടതി? ഈ ഉത്തരവുകൾ നിലവിലിരിക്കുമ്പോൾ കേന്ദ്രത്തിൻ്റെ നിയമത്തിൽ വന്ദേ മാതരം പൂർണ്ണമായി പാടണമെന്നുള്ള സംഘപരിവാറിൻ്റെ താല്പര്യം നിയമത്തിലില്ലാതെ VD സതീശൻ എങ്ങനെ പ്രകടിപ്പിച്ചു? ദിസ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ഇത് നിയമത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് കാണിച്ചു തരാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി VD സതീശനെ. അപ്പോൾ ഈ പറഞ്ഞ 4 കാര്യങ്ങളിൽ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട MDMA-യുമായി ബന്ധപ്പെട്ട പ്രതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, സോഷ്യൽ മീഡിയ മെറ്റയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളിൽ, ഇപ്പോൾ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു അർത്ഥസത്യമല്ല, അസത്യമാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. വസ്തുതാവിരുദ്ധമായ വാദങ്ങളാണ് നിർഭാഗ്യവശാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത്. ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ട്രൂത്തോമീറ്റർ ഇനി മുന്നോട്ട് പോവില്ല, അത് പൊട്ടിത്തെറിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആൻഡ്രൂ അഗസ്റ്റ്യൻ. ഞാൻ പറഞ്ഞാൽ മെറ്റ കേൾക്കുമോ എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. താങ്കൾ പറഞ്ഞാൽ മെറ്റ കേൾക്കും സാർ. താങ്കൾ പറഞ്ഞത് കേട്ടതുകൊണ്ടാണ് മെറ്റ ഈ സംവിധാനങ്ങൾ റിമൂവ് ചെയ്തിട്ടുള്ളത്. താങ്കളുടെ ഓഫീസിലെ താങ്കളുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള അല്ലെങ്കിൽ താങ്കളുടെ സെക്രട്ടറി ആയിട്ടുള്ള രക്തം കേൾക്കറാണ് മുൻപ് ഇത് ചെയ്ത് കേരളത്തെ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങയുടെ പോസ്റ്റ് റിമൂവ് ചെയ്യുകയും അത് തിരിച്ചു വരികയും ചെയ്തത് രക്തം കേൾക്കർ മുഖാന്തരമാണ്. അപ്പോൾ അത് ചെയ്ത ആൾ അങ്ങയുടെ കൂടെ തന്നെ ഇരിക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് ആളെ ഒന്നും ഇനി പരിചയപ്പെടുത്തണ്ട എങ്ങനെയാണ് അത് നടപ്പിലായി എന്നത് പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ത്യയിൽ മാത്രമാണ് ഇത് നിരോധിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ മാത്രം നിരോധിക്കാനുള്ള കാരണം എന്താണ്? ഇന്ത്യയിലെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഏതെങ്കിലും കോടതി ഉത്തരവ് പ്രവർത്തിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ സംവിധാനം പ്രവർത്തിച്ചിട്ടുണ്ടാവും. എനിക്ക് വളരെ വിചിത്രമായി തോന്നിയൊരു കാര്യം, ഒന്നില്ലെങ്കിൽ കേന്ദ്ര സർക്കാരായിരിക്കണം നീക്കം ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ കേരള സർക്കാരായിരിക്കും. ഇനിയെങ്ങാനും കേന്ദ്ര സർക്കാരാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് കേരളത്തിലെ മുഖ്യമന്ത്രിയോടുള്ള സ്നേഹം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നതാണ്. അയ്യോ, അദ്ദേഹത്തിൻ്റെ പേര് മോശമാകുന്നു കേരളത്തിൽ, അതുകൊണ്ട് ആ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്യണം എന്നാണ്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം മലയാളത്തിലുള്ള പോസ്റ്റാട്ടോ, ഒരു ഇംഗ്ലീഷിലുള്ള പോസ്റ്റും അല്ല കേട്ടോ, മലയാളത്തിലുള്ള പോസ്റ്റാണ്. അപ്പോൾ കേന്ദ്രത്തിലുള്ള ഉദ്യോഗസ്ഥൻ ഈ മലയാളം പഠിച്ചിരുന്ന് ചെയ്യും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. കേരളത്തിലെ ഉദ്യോഗസ്ഥൻ ഇത് കറക്റ്റായി എടുത്ത് ഏത് റിപ്പോർട്ടർ
പിന്നെ ന്യൂസ് മലയാളം, കൈരളി 3 ചാനലുകളുടെ മാത്രമാണ് അല്ലേ? അപ്പം ഈ 3 ചാനലുകളെ എങ്ങനെ അപ്പോൾ എന്തായിരിക്കും ഏഷ്യനെറ്റിൻ്റെയും മനോരമയുടെയും മാതൃഭൂമിയുടെയും 24-ൻ്റെയും ഒന്ന് റിമൂവ് ചെയ്യാത്തത്? അവിടെയുള്ളത് പ്രശ്നങ്ങളല്ലേ? ഇന്നെന്താ റിലീസ്? ഇന്നെന്തുകൊണ്ട് ഒരു കാർഡും പിന്നെ നീക്കം ചെയ്യപ്പെട്ടില്ല? ഇന്നലെ കാർഡ് മാത്രമാണ്, ഇന്നലെയും മിനിഞ്ഞാന്നും പോയ കാർഡുകൾ മാത്രം റിമൂവ് ചെയ്യും. ഇന്ന് ഈ മെറ്റയുടെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇനി ഗൈഡ് ലൈനിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണ്, ഇന്ന് ആ ഗൈഡ് ലൈൻ ആ മാറ്റം ഇല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്നിട്ട് അദ്ദേഹം പറയാണ് ഞാൻ വേണമെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഒരു പരാതി അയക്കാം, ഞാൻ പരാതി അയച്ചത് എനിക്കെതിരെയുള്ള വാർത്തകളൊക്കെ അതിൽ തന്നെ തിരിച്ച് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാൻ മെറ്റയോട് പറയണം സാർ, നിങ്ങൾ ഇന്ന് തന്നെ മെറ്റയ്ക്ക് ഒരു ലെറ്റർ അയക്കണം. ലെറ്റർ അയച്ചിട്ട് പറയണം ഈ റിമൂവ് ചെയ്ത കാർഡുകളെല്ലാം എത്രയും പെട്ടെന്ന്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഞാൻ, കേരളത്തിൻ്റെ പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന ആളാണ് ഞാൻ, എനിക്കെതിരെ കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്ത വാർത്തകളുടെ കാർഡുകളൊക്കെ തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്യണം എന്ന് താങ്കൾ പറയണം. അല്ലെങ്കിൽ താങ്കൾ പറയുന്നത് കള്ളമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കും. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുകയാണ്, അടുത്ത എന്താണ് പറയുന്നത്, ഈ കേരളത്തിലെ MDMA കേസുമായി ബന്ധപ്പെട്ട 2 പേരെ എനിക്കറിയാം. അത് കേരളത്തിലെ എല്ലാവർക്കും അറിയാം. കേരളത്തിലെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഈ 2 പേരെ താങ്കൾക്ക് അറിയാം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അത് താങ്കൾ പത്രസമ്മേളനത്തിൽ പറയുന്നില്ല. താങ്കൾ എങ്ങനെയാണ് ഇവരെ ബന്ധപ്പെട്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. എങ്ങനെയാണ് ബന്ധപ്പെട്ടത്? ഞാൻ ഈ നവകേരള ബസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ ഭാഗമായി സമരം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് അടി കൊണ്ടു, അദ്ദേഹത്തിന് പരിക്ക് പറ്റി, അതുകൊണ്ട് അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടു, സംസാരിച്ചു. അതിനുശേഷം ഞാൻ 2-3 പ്രാവശ്യം കണ്ടു എന്നാണ് പറയുന്നത്. അതിനുശേഷം 2-3 പ്രാവശ്യമാണോ കണ്ടത്? അതിന് വർഷങ്ങൾ മുന്നേ കാണും. 2021 തുടങ്ങി 2026 വരെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന പോസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഈ പറയുന്ന മുഹമ്മദ് ഹുസൈൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ 21 തുടങ്ങി 26 വരെ പോസ്റ്റ് ചെയ്തത് മാത്രമല്ല, അദ്ദേഹം തന്നെ വന്ന് പറയുകയാണ് 2021 തുടങ്ങി 26 വരെ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ പോസ്റ്റ് ഫേസ്ബുക്ക് മീഡിയ ടീമിൻ്റെ ഭാഗമായി നിൽക്കാൻ കഴിഞ്ഞത് ഭാഗ്യമാണെന്നും അതിൽ നിന്ന് 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലെങ്കിലും ഈ VD സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വിജയിച്ച് വരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. അതൊന്നും MDMA കേസ് പിടിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ താങ്കൾക്കറിയാം. അപ്പോൾ താങ്കൾ എവിടേക്കോ ഇതൊക്കെ കള്ളം പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കള്ളം പറയുന്നുണ്ട് എന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അലിഖിത നിയമം എന്ന് പറയുന്നത്. ഇന്ന് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു, കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കെല്ലാം പത്രസമ്മേളനത്തിൽ ഇതൊക്കെ ചോദിച്ചുകൂടെ എന്നുള്ളതാണ്. കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ ഒരവസ്ഥ അറിയോ എന്താണെന്ന്? ഈ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടത്തുന്നവർക്ക് ഒരു മാധ്യമത്തിൻ്റെ അടുത്ത് ഒരാൾക്കേ കയറാൻ കഴിയുള്ളൂ. രണ്ടാമതൊരാൾ അതിനകത്ത് കയറ്റില്ല. ഒരു മാധ്യമ സ്ഥാപനത്തിൽ രണ്ടാമതൊരാൾ അവിടെ കയറ്റില്ല, ഒരാളെ കയറാൻ കഴിയുള്ളൂ, ഒരു ക്യാമറയും കയറാൻ കഴിയുള്ളൂ. അപ്പം നേരത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് റിപ്പോർട്ടർ TVൻ്റെ 5 പേരൊക്കെ കയറിയിട്ടുണ്ട്. 5 പേരും 6 പേരൊക്കെ ഓരോ ബീറ്റ് നോക്കുന്നത്. ഇപ്പോൾ ഫിനാൻസുമായി ബീറ്റ് നോക്കുന്ന ആൾ ഫിനാൻസിൻ്റെ ചോദ്യം ചോദിക്കാൻ വേണ്ടി പോകും, സ്പോർട്സുമായി ബീറ്റ് നോക്കുന്ന ആൾ സ്പോർട്സിൻ്റെ ചോദ്യം ചോദിക്കാൻ വേണ്ടി പോകും. എന്താണ് ഹോം മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ അദ്ദേഹം ആ ബീറ്റുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ചോദിക്കും. ഇപ്പോൾ ഏത് ബീറ്റ് പോയി നോക്കുന്ന ആൾക്കാരൊന്നുമില്ല, ഒരാൾക്ക് പോയി എന്തെങ്കിലും ചോദിക്കാം. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, കാരണം അദ്ദേഹം നോക്കുന്ന ബീറ്റ് ആയിരിക്കില്ല അത്. ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യം ചോദിക്കണം, ആ സ്പോർട്സുമായി ബന്ധപ്പെട്ട ആളില്ലല്ലോ, അവിടെ ചോദിക്കാൻ കഴിയില്ല. ഈ ഹോമുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യം ചോദിക്കാൻ കഴിയണം, അത് നോക്കുന്ന ആളായിരിക്കില്ല അവിടെ ചെല്ലുന്നുണ്ടാവുക. അപ്പം ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ചോദ്യം ചോദിക്കാനുള്ള വേദിയെങ്കിലും ഉണ്ടാക്കണ്ടേ? ഉണ്ടാക്കണം. അപ്പോൾ അതുണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ വിചാരിക്കുക എന്താ അറിയോ, ഇവരെല്ലാവരും ആ പോസ്റ്റിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, വൈകുന്നേരം വന്ന് മാധ്യമ ചർച്ച അല്ലെങ്കിൽ മാധ്യമ ചർച്ചയുടെ സമയത്ത് അല്ലെങ്കിൽ പ്രോഗ്രാമുകളുടെ സമയത്ത് നിങ്ങൾ ഈ മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിങ്ങൾ അവിടെ പോയി നേരിട്ട് മുഖ്യമന്ത്രി ചോദിക്കാൻ എല്ലാ ബുധനാഴ്ച ഇരുന്ന് വരുന്നുണ്ടല്ലോ, ചോദിച്ചാൽ പറയുന്നത്. ഇരുന്ന് തന്നാൽ പോരാ സാർ, ചോദിക്കാനുള്ള ആളെയും കൂടെ അവിടെ ഇരുത്താനുള്ള സംവിധാനം ചെയ്തു തരണം. എന്നാൽ മാത്രമേ ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. ഒരു മാധ്യമസ്ഥാനത്തിന് 3-4 ആൾക്കാർ പോയി അവർക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് ഉത്തരം കിട്ടിയാൽ കേരളത്തിലെ കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ പറയുന്ന സംവിധാനം എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയുന്നത് മാത്രമാണോ ശരി, അതിനകത്ത് എന്തെങ്കിലും അവ്യക്തതയുണ്ടോ, തെറ്റുണ്ടോ, അത് ചൂണ്ടിക്കാണിക്കേണ്ട ആൾക്കാരെ അവിടെ എത്തിക്കാനോ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ രക്തം കേൾക്കർ ഈ പറയുന്ന മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് മനോരമയുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ പോസ്റ്റ് നീക്കം ചെയ്തപ്പോൾ അങ്ങനെ നീക്കം ചെയ്യാൻ പറ്റും. കേരളത്തിലെ ഒരു സ്റ്റേറ്റ് വിചാരിച്ചാൽ, കേരളത്തിലെ പോലീസ് വിചാരിച്ചാൽ നീക്കം ചെയ്യാൻ പറ്റുമെന്ന് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി എന്ന് പറയുക. എന്നിട്ട് അതേ മുഖ്യമന്ത്രി ഇന്ന് തന്നെ പറയുകയാണ്, ഞാൻ ഇത്ര വലിയ ആളാണെന്ന് വിചാരിച്ചില്ല, ഞാൻ പറഞ്ഞാൽ മെറ്റ കേൾക്കുമോ? സാർ, നിങ്ങൾ തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ സർക്കാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ തന്നെ പറയുകയാണ്. അപ്പം നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും. അപ്പം ഇതെങ്ങനെയാണ് ഇതിനെ വളച്ചൊടിക്കുന്നതെന്ന് നോക്കിക്കേ. അപ്പോൾ ഇതിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ പറയുന്നത് എന്താണ്? പറയുന്നത് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് എന്തോ വ്യക്തിപര വിരോധമാണ്,
നിങ്ങൾ മുഖ്യമന്ത്രിയെ ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ അരുൺ സാറേ, കേരളത്തിലെ പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകളിലൊന്നും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട MDMA കേസ് ചർച്ച ചെയ്യുന്നില്ല. നോക്കി നോക്കിക്കോളൂ, ഏതെങ്കിലും മാധ്യമം MDMA കേസ് ചർച്ച, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട 500 ഗ്രാം MDMA പിടിച്ച അദ്ദേഹത്തിൻ്റെ പോസ്റ്റുമായി ബന്ധപ്പെട്ട കേസ് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നു, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിന്നെ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പിണറായി പഞ്ചായത്തിലൊരു ഫോട്ടോ കിട്ടിയാൽ മതിയായിരുന്നു. ഏത് പിണറായി വിജയൻ്റെ കൂടെയുള്ള ഫോട്ടോ വേണ്ട, പിണറായി പഞ്ചായത്തിലൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തേനെ. പക്ഷേ ചർച്ച ചെയ്യുന്നില്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങൾ ഏതെങ്കിലും ഒരു വാർത്തകൾ കാണുന്നുണ്ടോ? കഴിഞ്ഞ 3 ദിവസമായി കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ എവിടെയെങ്കിലും ഒരു വാർത്ത കാണുന്നുണ്ടോ? ഒരു വാർത്ത വന്നു, ഏത് VD സതീശന്റെ ആരാധകൻ എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത വന്നത്. അത് 5ാമത്തെ കോളത്തിൽ കുഞ്ഞൊരു വാർത്തയായിരിക്കും. കുഞ്ഞു വാർത്ത. അതാണ്, അതൊരു പൊതു ശൈലിയാണ്. അപ്പം ഇത് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. അപ്പം ഇത് നമ്മൾ എങ്ങനെയാണ് ഭരണപക്ഷത്ത് എന്ത് വേണേലും നടക്കാം, എന്ത് വേണേലും ചെയ്യാം. ഭരണ സ്തംഭനമുണ്ടോ, ഫിനാൻസുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ടോ? ഒരു വാർത്തയും കാണുന്നില്ലല്ലോ കേരളത്തിൽ. ആ വാർത്ത കാണാത്തതിന് കാരണം എന്തായിരിക്കും? അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ആരും ചിന്തിക്കുന്നുണ്ടോ? എല്ലാം മാനേജ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഉണ്ട് കേട്ടോ. കേരളത്തിൽ ഏതെങ്കിലും ഒരു സംവിധാനം, താങ്കളാണ് കോടതിയിൽ പോയിട്ട് കേരളത്തിലെ മാധ്യമ സ്വാതന്ത്ര്യം മേടിച്ചു കൊടുക്കേണ്ട ആൾ. താങ്കൾ ഈ പറഞ്ഞ മെറ്റ ഇങ്ങനെ കേരള സർക്കാരിനെതിരെയും അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്കെതിരെയും അവർ കൊടുക്കുന്ന വാർത്തകൾ സ്വമേധയാ മാറ്റം വരുത്താൻ തീരുമാനിക്കും, താങ്കൾ കോടതിയിൽ പോകണം. ഇങ്ങനെ ചെയ്യരുതെന്ന് പറയണം. എന്നിട്ട് പറയും എൻ്റെ ഒരു കേസ് സ്പെഷ്യൽ കേസായിട്ട് എടുക്കണം. എന്നിട്ട് ആ വാർത്തകളെ ലിങ്ക് എടുത്തിട്ട് കോടതി കൊടുത്ത് പറയണം മെറ്റ ചെയ്താൽ മുഖ്യമന്ത്രിക്ക് എതിരെ തിരിഞ്ഞിരിക്കുന്നു, എന്നിട്ട് അതൊക്കെ പെട്ടെന്ന് റീക്കം ചെയ്യണം, ഇതുപോലെ ഇനി ചെയ്യാൻ പാടില്ല എന്ന് പറയണം. കേരളത്തിലെ മുഖ്യമന്ത്രി വിളിച്ച മെറ്റനെ അത് പ്രതിയൊക്കെ വരും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വേണം കേരളത്തിലെ മുഖ്യമന്ത്രി പ്രവർത്തിക്കാൻ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന കേസിലെ പ്രതിയെ മുഖ്യമന്ത്രിയുടെ വിരുന്ന് സൽക്കാരം, പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വിരുന്ന് സൽക്കാരത്തിൽ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ആ ഡേറ്റ് 2025 മാർച്ച് 22-ലാണ്. എവിടെ വെച്ച് നടന്നതെന്നറിയുമോ? ഗോകുലം ഗ്രാൻഡ്, കാലിക്കറ്റ് വെച്ച് നടന്ന ഗോകുലം ഗ്രാൻഡിൽ മുഖ്യമന്ത്രി ഇവരെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ധരിക്കുക അടിയേറ്റവരെ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടാവുമെന്നല്ലേ. അടിയേറ്റ വേറെ ആരെയും ക്ഷണിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ അടിയേറ്റ ആലപ്പുഴയിൽ കിടക്കുന്ന നമ്മുടെ AD തോമസിനെ ക്ഷണിച്ചിട്ടില്ല. പിന്നെ നമ്മൾ നോക്കിയപ്പോഴാണ് അത് കൂടുതലും 90% ആളുകളും ഈ മലബാർ മേഖലയിലെ ലീഗ് പ്രവർത്തകരെയും കോൺഗ്രസ്സുകാരെയുമാണ് അവിടുത്തെ പരിപാടിക്ക് ക്ഷണിച്ചത്. 150 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന മുഹമ്മദ് ഹുസൈൻ മുഖ്യമന്ത്രിയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ഗോകുലം ഗ്രാൻഡിൽ നടന്ന ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ വാദങ്ങൾ പൊളിയുന്നുണ്ടോ എന്നതാണ് ചോദ്യം. യെസ് എന്നാണ് 4 പേരുടെയും ഉത്തരം. Meet the editors.